പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങവേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർണായകമായ യോഗം ഇന്ന് നടക്കും. അതിർത്തി സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തും. അതിനിടെ ഇന്ത്യ ഏത് നിമിഷവും സൈനിക ആക്രമണം നടത്തിയേക്കാമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചു. സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട യോഗം മാറ്റിവെക്കാൻ ലോകബാങ്കിനോട് ആവശ്യപ്പെടാനാണ് ഇന്ത്യയുടെ തീരുമാനം. അതിർത്തിയിൽ അതിനിടെ ഇന്നും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ശക്തമായ തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴായിരിക്കുമെന്ന് അറിയില്ല. ഏതറ്റം വരെ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാമോ ആ തരത്തിലൊരു സമ്മർദ്ദം കൊടുക്കാൻ കൂടി ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ പ്രകോപനം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ പറയുന്ന തരത്തിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീജ, നിർണായക യോഗങ്ങൾ തുടർച്ചയായി നടക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഡിഫൻസ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുമായി. ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലാണ് യോഗം നടക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയം ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ പല സംസ്ഥാനങ്ങൾക്കും നൽകിയിരുന്നു. പ്രത്യേകിച്ച് മോക്ക് ഡ്രിൽ അടക്കം നടത്തണം, ജനങ്ങളെ സജ്ജരാക്കണമെന്ന നിർദ്ദേശം ഇന്നലെ നൽകിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെയാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ അടക്കം സംഘടിപ്പിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒഴിപ്പിക്കലടക്കമുള്ള നടപടികൾ നടത്തേണ്ടതുണ്ട്. ആക്രമണം നേരിടാൻ പൊതുജനങ്ങൾ, ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ തുടങ്ങിയവരെ പ്രാപ്തരാക്കണമെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലത്തെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന് അതിനകത്ത് പറയുന്നില്ല. പക്ഷെ അപ്പോൾ പോലും പല സംസ്ഥാനങ്ങൾ എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്: ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഒപ്പം തന്നെ ജമ്മു കശ്മീരും ലഡാക്കും. ഈ 2 യൂണിയൻ ടെറിട്ടറികളാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഇവിടങ്ങളൊക്കെ തന്നെ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ഇന്നത്തെ യോഗം അത് തന്നെയായിരിക്കും ചർച്ച ചെയ്യുക. അതിർത്തിയിലെ, പ്രത്യേകിച്ച് അതിർത്തി മേഖലയിലെ സാഹചര്യം വിലയിരുത്തും. സൈനിക വിന്യാസത്തിനപ്പുറം ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ച. എന്തായാലും നാളെ മോക്ക് ഡ്രിൽ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം 3 സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടന്നു. ഇന്നലെ പ്രതിരോധ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടന്നു. ഇന്ന് മറ്റു കാര്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അതിർത്തിയിലെ ഗ്രാമീണരുടെ അടക്കം, അതിർത്തി മേഖലയിൽ കഴിയുന്നവരുടെ അടക്കം സാഹചര്യം വിലയിരുത്താനാണ് ഈ യോഗം. അപ്പോൾ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം. കാരണം ഉറിയിലായാലും പുൽവാമയിലൊക്കെ ആയാലും 11 ദിവസവും 12 ദിവസത്തിന് ശേഷമാണ് ഒരു തിരിച്ചടി ഉണ്ടായത്. ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 13 ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് പാകിസ്ഥാനും കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ അക്കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ഏത് നിമിഷവും നിയന്ത്രണ രേഖയിൽ ഒരു ആക്രമണം നടത്തിയേക്കാം. അത് സംബന്ധിച്ച് കൃത്യമായ സന്ദേശം, വിവരം ലഭിച്ചു എന്നാണ് ഇപ്പോൾ ഖ്വാജ ആസിഫ് പ്രതികരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് കൂടി ഇപ്പോൾ ഖ്വാജ ആസിഫ് പ്രതികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു നീക്കം പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാന്റെ പല മന്ത്രിമാരും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും ഖ്വാജ ആസിഫ് ഇപ്പോൾ അത്തരമൊരു പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രകോപനപരമായ പ്രസ്താവനയാണ് ഖ്വാജ ആസിഫിന്റെ ഭാഗത്തുണ്ടായതെങ്കിൽ സൈനിക നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്നിപ്പോൾ ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടാണ്. കാരണം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. 2 ഡാമുകൾ പൂർണ്ണമായി അടച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറച്ചിരുന്നു. അത് ആ വെള്ളം ഇന്ത്യയിൽ തന്നെ വിനിയോഗിക്കാൻ കഴിയുമെന്ന സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്രം പരിശോധിക്കുന്നത്. ഏതായാലും ലോകബാങ്കിന്റെ മേൽനോട്ടത്തിലാണ് ഈ കരാറടക്കം നടക്കുന്നത്. ലോകബാങ്ക് ഈ യോഗങ്ങളിൽ, ഈ 2 രാജ്യങ്ങൾക്ക് തമ്മിലുള്ള യോഗങ്ങളിലൊക്കെ തന്നെ ലോകബാങ്കിന്റെ പ്രതിനിധിയും പങ്കെടുക്കാറുണ്ട്. ഏതായാലും ഇനി വരാൻ പോകുന്ന യോഗം തൽക്കാലം മാറ്റിവെക്കണമെന്നൊരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കരാർ നിലവിൽ മരവിപ്പിച്ച സാഹചര്യത്തിൽ ആ യോഗം ഇപ്പോൾ വിളിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ ലോകബാങ്കിനെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജ, ഇതോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു രാഗേഷ്. കൃത്യമായി 2 രാജ്യങ്ങളും സംയമനം പാലിക്കണം, അത് ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് വഴിവെക്കും എന്നതായിരുന്നു ഇന്നലെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അംഗീകരിക്കാനാവില്ല എന്ന് പറയുമ്പോൾ പോലും ഈ സൈനിക നടപടികളിലേക്ക് കടക്കുന്ന ഒരു പരിഹാരമല്ല എന്ന് ഗുട്ടറസ് പറയുന്നുണ്ടല്ലോ.
അതെ ശ്രീ, ചർച്ചകൾ തുടരണമെന്ന ആവശ്യമാണ് UN മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം സൈനിക നടപടി ഒന്നിനും പരിഹാരമല്ല എന്നാണ് UN അക്കാര്യത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, പഹൽഗം ആക്രമണത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നുണ്ട് UN, അക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പോലും സൈനിക നടപടി അല്ലെങ്കിൽ ഇപ്പോൾ പഹൽഗാമിനുണ്ടായിരിക്കുന്നതിന് തിരിച്ചടി അത് സൈനിക നീക്കത്തിലൂടെ അല്ല വേണ്ടത് എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പല രാജ്യങ്ങളും അക്കാര്യമാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അമേരിക്ക പോലും അടക്കമുള്ള രാജ്യങ്ങൾ ഒക്കെ തന്നെ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അക്കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചാണ് ഇന്ത്യ ഒരു തിരിച്ചടി ഉണ്ടാവുക. മാത്രമല്ല, പല കോണുകളിൽ നിന്നും രാജ്യത്തിൻ്റെ പൊതുവികാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കണമെന്നൊരു ആവശ്യം ശക്തമാണ്. കാരണം സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ടൂറിസ്റ്റുകളായി വന്ന സാധാരണക്കാരെയാണ് അവിടെ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പൊതുവികാരം ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്നൊരു പൊതുവികാരമുണ്ട്. പക്ഷേ അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ പോലും സർക്കാരിന് പല കാര്യങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ ഒരു സൈനിക നീക്കം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതിന് ഏത് രീതിയിൽ മറുപടി നൽകുമെന്ന കാര്യം അടക്കം ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കശ്മീർ തന്നെ എടുക്കുകയാണെങ്കിൽ ജമ്മു അടക്കമുള്ള മേഖല, രജൌരി അടക്കമുള്ള മേഖലകൾ ജനവാസ മേഖലയാണ്. അപ്പോൾ അത്തരം അവിടെയൊക്കെ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാൽ അതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ആളുകളെ മാറ്റേണ്ടതുണ്ട്. കാരണം ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ളൊരു നഗരമാണ് രജൌരി അടക്കമുള്ള മേഖലകൾ. അപ്പോൾ അത്തരം സുരക്ഷ ഒരുക്കിക്കൊണ്ട് മാത്രമേ അത്തരം ഒരു തിരിച്ചടിയിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ കഴിയൂ. ഇതിനൊപ്പം തന്നെയാണ് UN അടക്കം ഇടപെടലുണ്ട്. ഒപ്പം ലോക രാജ്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ തന്നെ ഇന്ത്യക്ക് മേലുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ മുൻകാലങ്ങളിൽ ചെയ്ത പോലെ പാക് അധിനിവേശ കശ്മീരിലെ സൈനിക താവളങ്ങൾക്ക് നേരെ എന്തായാലും തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഏതറ്റം വരെ പോകും എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇന്ത്യ എന്നതിൽ സംശയമില്ല. സിന്ധു നദീജല കൊടുക്കുന്നത് തടഞ്ഞപ്പോൾ മുതൽ അവിടെ നദികളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. അതായത് അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സമ്മർദ്ദം ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാമെന്ന സമ്മർദ്ദം തന്നെ പാകിസ്ഥാനിൽ വലിയൊരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണമൊക്കെ വന്നിട്ടുള്ളത്.